നമസ്കാരം. പ്രധാന വാർത്തകൾ. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ മുഖ്യപ്രതി കീഴടങ്ങിയത് കാസർഗോഡ് ഈസ്റ്റ് എളേരി മണ്ഡലം വൈസ് പ്രസിഡന്റ് ജെയ്സൺ. വ്യാജ കാർഡ് തയ്യാറാക്കിയത് ജെയ്സന്റെ നേതൃത്വത്തിലെന്ന മ്യൂസിയം പോലീസ്. ക്ഷേമ പെൻഷൻ വിഷയത്തിൽ നിയമസഭ പ്രക്ഷുബ്ധം. പ്ലക്കാർഡുകളുമായി നടുത്തളത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. സഭ ബഹിഷ്കരിച്ച പ്രതിപക്ഷം. സമ്മേളന നടപടികൾ വെട്ടിച്ചുരുക്കി. സഭാ സമ്മേളനം ഫെബ്രുവരി 15 വരെ. ബജറ്റ് 2ലേക്ക് മാറ്റണമെന്ന പ്രതിപക്ഷ ആവശ്യം തള്ളി. രാജ്യസഭയിലേക്ക് ഒഴിവുള്ള സീറ്റുകളിൽ ഫെബ്രുവരി 27-ന് തെരഞ്ഞെടുപ്പ്. 15 സംസ്ഥാനങ്ങളിലെ 56 സീറ്റുകളിൽ. ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ നടപടി തുടങ്ങി. വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ പാസാക്കുമെന്ന് മുഖ്യമന്ത്രി. കരട് തയ്യാറാക്കാൻ നിയമിച്ച സമിതി ഫെബ്രുവരി 2-ന് റിപ്പോർട്ട് കൈമാറും. KPCC മാർച്ചിന് നേരെയുള്ള പോലീസ് അതിക്രമം. സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം തേടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. 15-നകം വിശദീകരണം സ്പീക്കർക്ക് കൈമാറാൻ നിർദ്ദേശം. നടപടി കെ മുരളീധരൻ ലോക്സഭാ സ്പീക്കർക്ക് നൽകിയ പരാതിയെ തുടർന്ന്. മാത്യു കുഴൽനാടനെതിരെ ഭൂമി കയ്യേറ്റത്തിന് കേസെടുത്തത് ഭൂസംരക്ഷണ നിയമപ്രകാരം. ഹിയറിംഗിന് ഹാജരാകാൻ റവന്യൂ വകുപ്പ് നോട്ടീസ് നൽകി. കാസർഗോഡ് 10ാം ക്ലാസ്സുകാരി സ്വയം ജീവനൊടുക്കി. സുഹൃത്തിന്റെ ഭീഷണിയെ തുടർന്നെന്ന് മരണമൊഴി. 2 പേർ അറസ്റ്റിൽ. കോഴിക്കോട് 14-കാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിപിടിയിൽ.